പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 40-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഇഷ്ടങ്ങളില്ലാത്തവരില്ല. ഓരോരുത്തർക്കും അവരവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് വിവിധ ഇഷ്ടങ്ങളുണ്ട്. ഭക്ഷണം എല്ലാവർക്കും ആവശ്യമാണ്, എന്നാൽ എല്ലാ രുചിയും എല്ലാ ഭക്ഷണങ്ങളും എല്ലാവർക്കും ഇഷ്ടമല്ല. ഭക്ഷണ കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉള്ളതുപോലെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലും നിറത്തിൻ്റെ കാര്യത്തിലും താമസ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും കൃഷിയുടെയും കാര്യത്തിലും എന്ന് വേണ്ട ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഓരോ ആളിന് അവരവർക്ക് പ്രത്യേകമായ ഇഷ്ടങ്ങൾ ഉണ്ട്. അത് വ്യത്യസ്തവുമാണ്. എന്നാൽ നാം ഇവിടെ ചിന്തിക്കുന്നത് ഏതെങ്കിലും മാനുഷിക വശത്തുള്ള ഇഷ്ടങ്ങളെക്കുറിച്ച് അല്ല. പ്രസ്തുത ഓരോ മനുഷ്യനെയും ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ തൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് ആ വ്യക്തിയെക്കുറിച്ച് ചില ഇഷ്ടങ്ങളുണ്ട്. അതനുസരിച്ച് അവർ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷവും ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാതെ തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമോ മറ്റാരുടെയെങ്കിലും ഇഷ്ടത്തിനനുസരിച്ചോ അല്ലെങ്കിൽ സാത്താൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടോ ജീവിക്കുന്നു എന്നതാണ് സത്യം. എന്നാൽ ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ആയിരിക്കണമെന്ന് അങ്ങനെ തന്നെ ആയിരിക്കണം. പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചുവടുകൾ വെച്ച മാതൃകാ പുരുഷനാണ് കർത്താവായ യേശുക്രിസ്തു. ഒന്നാമതായി ദൈവ ഇഷ്ടം നാം അറിയുക എന്നതാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചില ഇഷ്ടങ്ങൾ നാം തിരിച്ചറിയും. ചിലപ്പോൾ ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കണമെന്നായിരിക്കും ദൈവം ഇഷ്ടം. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന് എന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുന്നു. ദൈവനാമ നിമിത്തം കഷ്ടങ്ങൾ അനുഭവിക്കുന്നത് നമുക്ക് പ്രതിഫലത്തിന് കാരണമാകുന്നതിനോടൊപ്പം പാപം ചെയ്യാതെ ജീവിക്കുവാനും ദൈവ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കുന്നതിനും കഷ്ടങ്ങൾ ഒരളവോളം സഹായമാകും. നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം എന്നുള്ളത് എല്ലാവരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന മറ്റൊരു ദൈവ ഇഷ്ടമാണ്. നന്മ ചെയ്യുവാൻ അവസരവും സാഹചര്യവും അതിനുള്ള വഴിയും ഉണ്ടായിട്ടും ചെയ്യാത്തവന് അത് പാപമാകുന്നു എന്ന് തിരുവചനം പറയുന്നു. ദൈവ ഇഷ്ടം എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും? ഒരു പുഴുവായും പിന്നീട് ചിത്രശലഭമായും മാറുന്നത് പോലെ ജീവിതത്തിൽ ആത്മീയ ഒരു പരിവർത്തനം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ ദൈവ ഇഷ്ടം തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ഒരു പുഴുവിൻ്റെ സഞ്ചാര മേഖലയോ ഭക്ഷണമോ ചിന്തയോ അല്ല ഒരു ചിത്രശലഭത്തിനുള്ളത്. അതുപോലെ നാം മനസ്സിന് രൂപാന്തരം വരുത്തി കഴിയുമ്പോൾ ഉയരങ്ങളിലേക്കുള്ളത് ചിന്തിക്കാനും അന്വേഷിക്കാനും ഇടയാകും. ശത്രു വലിയവനും ഭയങ്കരനുമാണ്. നാം ആരെയും ഭയപ്പെടുത്തി ബഹുമാനമോ അംഗീകാരമോ വാങ്ങിക്കുവാൻ ശ്രമിച്ചാൽ അത് നടക്കുകയുമില്ല. ഭയപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് ആരെയും നേരെയാക്കുവാനും ആരെയും രക്ഷയിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുകയുമില്ല. ഭീഷണിപ്പെടുത്തി ആരെയും ദൈവത്തെ സേവിപ്പിക്കുവാനും കഴിയുകയില്ല. എന്നാൽ നമ്മുടെ വഴികളും ജീവിതവും ദൈവത്തിന് പ്രസാദകരമായി തീരുകയും ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുമ്പോൾ ഒരു കാലത്ത് നമ്മെ തള്ളിക്കളഞ്ഞവർ തന്നെ നമ്മെ അംഗീകരിക്കുകയും നമ്മെയും നമ്മുടെ ദൈവത്തെയും ഭയപ്പെടുകയും ചെയ്യും. ആകയാൽ പ്രിയ ദൈവ പൈതലേ, ദൈവ ഇഷ്ടം നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ദൈവ ഇഷ്ടം ചെയ്യുകയും ചെയ്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികളെ നൽകുകയും ചെയ്യും. അതിനായി ഈ പ്രഭാതം ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ഈ പ്രഭാതം ദൈവ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം.
ദൈവം നമ്മോട് കൂടെ ഈ പ്രഭാതം ഇരിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി ഈ 7-ാം മാസത്തിൻ്റെ 6-ാമത്തെ പ്രഭാതത്തിലും ആമേൻ 7-ാം മാസത്തിൻ്റെ 1-ാമത്തെ വിശുദ്ധ ആരാധനയുടെ നടുവിലും സ്വർഗം ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിന് വീഴ്ചയിൽ നിന്നും പ്രാണന് മരണത്തിൽ നിന്നും വിടിവിച്ച നല്ല നാഥൻ, എണ്ണത്തിൽ കുറഞ്ഞു പോകുവാൻ ഇടവരാതെ കർത്താവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും ഈ 7-ാം മാസത്തിൻ്റെ 6-ാമത്തെ പ്രഭാതത്തിൽ ആയുസ്സും ആരോഗ്യം നൽകി കൊണ്ടുവന്നതിനായി സ്തോത്രം. ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിച്ചവരുണ്ട്. ആമേൻ വഴിയമ്പലങ്ങളിൽ ഭവനങ്ങളിലൊക്കെ ആമേൻ വളരെ ഭാരത്തോടുകൂടെ ആമേൻ രോഗബലഹീനതയോടുകൂടെ ആയിരിക്കുന്നവരുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ആമേൻ ദൈവ ഇഷ്ടം ചെയ്യുവാൻ ആമേൻ തൻ്റെ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കണം, സൗഖ്യത്തിൻ്റെ കരമയക്കണം. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം നിൻ്റെ ജനത്തെ ഒരുക്കണമേ. ഈ പ്രഭാതം നിൻ്റെ ന്യായ പ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു ആമേശ്വരം വരും നാളുകളിൽ പറയേണ്ടതിനാൽ കർത്താവ് നല്ല സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കേണ്ടതിനാൽ സ്വർഗം കൃപ ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ഭൂമിയുടെ സമർത്ഥി കൊണ്ട് സ്വർഗീയ കൃപാവരങ്ങൾ കൊണ്ടും ആയുസ്സും ആരോഗ്യവും സമാധാനവും സന്തോഷവും സകല നന്മകളും അനുഗ്രഹങ്ങളും പകരണം, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.